ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഹെൽത്തി വീഡിയോ ആയാലോ. സൗണ്ട് തീരെയില്ല, അപ്പോൾ ഇന്ന് നമ്മൾ ചോറ് വെക്കാമെന്ന് വിചാരിച്ചത്. സൗണ്ട് തീരെ ഇല്ലാത്തതുകൊണ്ട് വിചാരിച്ചെങ്കിൽ പിന്നെ ഹെൽത്തി കഞ്ഞിയാക്കാം. അപ്പോൾ ജാക്സൺ കുക്കറിൽ ഓൾറെഡി ചോറിനുള്ളത് എടുത്തു വെച്ചു, അരി എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇനിയിപ്പം കഞ്ഞിയാക്കാനുള്ള പരിപാടിക്കാം. അപ്പോൾ ഹെൽത്തി കഞ്ഞി എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്കറിയായിരിക്കും, ഈ പയർവർഗ്ഗങ്ങളും എല്ലാം ഇട്ടിട്ട് ഒരു കഞ്ഞി. അപ്പോൾ ഒറ്റയടിക്ക് കാര്യം നടക്കും. പിന്നെ അതുമല്ല, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെജിറ്റബിൾസും എല്ലാം ചെല്ലും അതിൽ, പയർവർഗ്ഗങ്ങളും വെജിറ്റബിൾസും എല്ലാം ഞാൻ ഇടുന്നുണ്ട്, അതൊക്കെ ചെല്ലും. അപ്പോൾ അത് കണ്ട ഓൾറെഡി ഇപ്പോൾ ഞമ്മളില്ലേ കഞ്ഞിയുടെ അരി ചോറാക്കിയ സ്ഥിതിക്ക് നമ്മൾ എന്ത് വെച്ചാൽ പയറും കടലയും പയറും എല്ലാം കൂടി ഞാൻ വെള്ളത്തിൽ ഇട്ടു. അത് ഇന്നലെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചൂട് വെള്ളം ആക്കിയിട്ട് അതിൽ ഇട്ടു. ചെറിയ കടല, വെള്ള കടല, മുതിര, ഗ്രീൻ പീസ്, ഇത്രയും സാധനങ്ങൾ ഇതിലുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ആദ്യം വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കടലയും വെള്ളക്കടലയും മറ്റേ കറുത്ത കടലയും ഗ്രീൻ പീസും മുതിരയും വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വൻപയർ, ഇത് ഇച്ചിരി കുതിർത്ത് വെച്ചതാണ് കേട്ടോ. എല്ലാം കൂടി ഇടുന്ന സമയമാണെങ്കിൽ ഒരുമിച്ചിട്ട് അടിച്ചാൽ മതി. അരിയും ഈ പറഞ്ഞ എല്ലാ സാധനവും ഇതിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ഇതിലിടുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചീര ഇടുന്നത്. ഒത്തിരി ചീര, ബീൻസ്, ഇത് മത്തങ്ങയാണ്. മത്തങ്ങ ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വെക്കണേ. നമ്മുടെ വീട്ടിൽ ഉള്ള എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ ചെറിയുള്ളി, ഒരു അല്ലി വെളുത്തുള്ളി, പിന്നെ കോണ്, സ്വീറ്റ് കോണ്, ഇത് ഫ്രോസൺ ഇരുന്നതുകൊണ്ടാണ് അതെടുത്തുന്നത്. പിന്നെ ക്യാരറ്റ്. പിന്നുള്ളത് ദാലില്ലേ, ഓറഞ്ച് ദാലും പയർ, ചെറുപയറാണേ. ചെറുപയർ ഇട്ടു. പിന്നെ ചെറിയ ഐറ്റംസ്, ചെറിയ 2 വറ്റൽമുളക് മക്കൾക്കായത് അവരോട് കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പച്ചമുളക് ഇടുക. പിന്നെ ജീരകം ഒരു ഇത്തിരി, ഉലുവ, കുരുമുളക്. ഇത്രയും ഇട്ടിട്ട് ഇനി സിമ്പിളായിട്ട് കാര്യങ്ങൾ നമ്മൾ കഞ്ഞിയും കൂടി ഇതിലേക്ക് ഒഴിക്കുക. കഞ്ഞിയല്ല, ചോറ് നമ്മളതിനകത്ത് ബാക്കി വെച്ചതുകൊണ്ട് അങ്ങനെ അതിലേക്ക് എല്ലാം ഒറ്റയടിക്കാകുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ. ഇത് എനിക്ക് അങ്ങനെ ആയതുകൊണ്ട് ഇനി ഇടേണ്ട ഒരു സാധനം, ഒരിത്തിരി തേങ്ങ ചിരകിയത്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. പലർക്കും തേങ്ങയായിട്ട് കഞ്ഞി കുടിക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. ചില തേങ്ങാപ്പാൽ ഒഴിക്കും. എനിക്ക് തേങ്ങാപ്പാലൊന്നും എടുക്കാനുള്ള മടി കാരണം തേങ്ങ ഇടത്തുള്ളൂ ഞാൻ. അത് എളുപ്പം വെക്കുമ്പോൾ തേങ്ങ വരില്ല. ഇപ്പോൾ സമയമുണ്ട് നമുക്ക് നോക്കാം, അപ്പോൾ വെക്കാം. ഒരു 2-3 വിസിൽ, ബെറ്റർ എക്സ്ട്രാ വിസിൽ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. 5 വിസിൽ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും, കുറുകിയിരിക്കും കഞ്ഞി. അപ്പോൾ കഞ്ഞി വെച്ചിട്ട് എനിക്ക് കാണിച്ചു തരാം ബാക്കി. അങ്ങനെ സ്വാദിഷ്ടമായ ഹെൽത്തി കഞ്ഞി റെഡി.